पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മേയർ CB രാജേഷ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ കോർപ്പറേഷനിലെ ജീവനക്കാരെ മാധ്യമപ്രവർത്തകരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെല്ലാം കോർപ്പറേഷൻ നമ്മൾ ഒരുമിച്ചെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ആരാധ്യനായ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുകയും അതോടൊപ്പം തന്നെ ഭാരതത്തിലെമ്പാടും ഒപ്പം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ പുതിയൊരു മുന്നേറ്റം ആരംഭിച്ചിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിത്യജീവിതത്തിൽ ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും തുടർച്ചയായി ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സ്ഥാപനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും ജനങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുന്നത് കൊണ്ട് തന്നെ ഏറ്റവും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഭരണവിഭാഗം. തീർച്ചയായിട്ടും വളരെയധികം ആത്മവിശ്വാസം നൽകുന്നുണ്ട്. തിരുവനന്തപുരത്ത് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷ നൽകിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ ഈ കോർപ്പറേഷന്റെ മേയറായി ചുമതല ഏൽക്കുന്ന സമയം മുതൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 2047 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് 100 വർഷമാകും. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് 100 വർഷം പിന്നിടുമ്പോഴേക്കും ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന തരത്തിലേക്ക് മാറാൻ വേണ്ടി ഭാരതത്തിന് സാധിക്കണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് സാമ്പത്തിക രംഗത്ത്, അതിന്റെ തുടർച്ചയായിട്ട് സൈനിക രംഗത്ത്, എല്ലാ മേഖലയിലും എത്തണമെങ്കിൽ ഈ രാജ്യത്തിലെ ഓരോ വ്യക്തിയും ഓരോ കോണിലും ഇരുന്നു കൊണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഭാരതത്തിന് ഏറ്റവും കൂടുതൽ എല്ലാ മേഖലയിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന, സംഭാവന ചെയ്യാൻ സാധിക്കുന്ന പ്രദേശമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളൊക്കെ തന്നെ വരാൻ പോകുന്ന ദിനങ്ങളിൽ പ്രവർത്തിക്കേണ്ടത്. അതിനുള്ള പ്രകൃതി അനുഗ്രഹിച്ച എല്ലാ സംവിധാനങ്ങളും ഉള്ള പ്രദേശമാണ് തിരുവനന്തപുരം. ഈ തിരുവനന്തപുരത്തിന്റെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പ്രതിജ്ഞ പുതുക്കുന്ന ദിനമാണ് ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനം. ലോകത്തിന്റെ ഏതൊരു ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും ഭാരതീയനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ രാഷ്ട്രത്തോടുള്ള അദമ്യമായിട്ടുള്ള സ്നേഹം പ്രകടമാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഓർക്കുന്നത്, മുൻപ് സ്കൂൾ ക്ലാസ്സുകൾ പഠിക്കുമ്പോഴേക്കും സ്വാതന്ത്ര്യ ദിനത്തിന് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഒരു പക്ഷേ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്താണെന്ന് 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ അറിയുമായിരുന്നില്ല. അതിനുശേഷമാണ് മനസ്സിലായത്, നമ്മെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് അവർക്ക് ഇന്ത്യയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ അവരുടെ കീഴിലുണ്ടായിരുന്ന മറ്റൊരു രാജ്യത്ത് സൂര്യൻ ഉദിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവരെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപർ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ പിന്നീട് ആലോചിച്ചു, ബ്രിട്ടനിൽ നിന്നും അന്ന് ഇന്ത്യയിൽ എത്തണമെങ്കിൽ ഏകദേശം 8 മാസം അല്ലെങ്കിൽ 9 മാസം അല്ലെങ്കിൽ 10 മാസം കപ്പലിൽ യാത്ര ചെയ്യണം. അത് ഇന്നത്തെ പോലെ അത്യന്താധുനിക സൗകര്യമുള്ള കപ്പലൊന്നുമല്ല. അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഒരുപക്ഷെ കടലിൽ മുങ്ങും, അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടുതലെടുക്കും, അല്ലെങ്കിൽ മറ്റൊന്നെങ്കിലും അപകടങ്ങൾ പെടാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പോലും 10 മാസം 12 മാസം കപ്പലിൽ വളരെ ബുദ്ധിമുട്ടി യാത്ര ചെയ്ത് എന്തിനായിരുന്നു ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ വന്നിരുന്നത്? അപ്പോൾ ഒടുവിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടനിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട എന്തൊക്കെയോ ഭാരതത്തിൽ അന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ റിസ്ക് എടുത്ത് പോവുകയില്ല. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ബ്രിട്ടനിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട എന്തൊക്കെയോ നമ്മുടെ ഈ തിരുവനന്തപുരത്തും നമ്മുടെ ഈ കൊച്ചിയിലും കോഴിക്കോടും ഡൽഹിയിലും ഒക്കെ ഉണ്ടായിരുന്നു. അത് തേടിയായിരുന്നു അവർ വന്നിരുന്നത്. അവർ എത്ര പേരാ വന്നിരുന്നത്? അവർ ഒരു കപ്പലിൽ അല്ലെങ്കിൽ 5 കപ്പലിൽ അല്ലെങ്കിൽ 10 കപ്പലിൽ 100, 200, 500 ആൾക്കാരാണ് വന്നിരുന്നത്. ഒരുപക്ഷെ അവർ തേടി വന്നത് ഇവിടുത്തെ അറിവായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്കാരമായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങളായിരിക്കാം. ഇതൊക്കെ തേടി 1, 2, 5, 10 കപ്പലിൽ മാത്രം വന്നിട്ട് 6 കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന ബ്രിട്ടൻ 36 കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന അന്ന് 36 കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന ഭാരതത്തെ നൂറ്റാണ്ടുകളോളം ഭരിക്കുന്നു. എന്ന് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടായിരുന്നു? ഒരു 5, 10 കപ്പലിൽ കുറച്ചുപേർ വന്നിട്ട് 36 കോടി ജനങ്ങളുള്ള ഒരു രാഷ്ട്രത്തെ നൂറ്റാണ്ടുകളോളം ഭരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് എന്തോ ഇല്ലായിരുന്നു. ആ ഇല്ലാതിരുന്ന ദേശീയ ബോധം. നമുക്ക് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നാണയം ശേഖരമുള്ള നമ്മുടെ തിരുവനന്തപുരത്താണ്. നമുക്ക് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് അറിവുണ്ടായിരുന്നു, നമുക്ക് സംസ്കാരം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും നമുക്കില്ലാതിരുന്നത് നാം ഭാരതീയരാണ് എന്നുള്ള ഒരു ദേശീയ ബോധം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഒരു കപ്പലിൽ കുറച്ചു പേർക്ക് വന്നിട്ട് ഈ രാജ്യത്തെ നൂറ്റാണ്ടുകളോളം ഭരിക്കാൻ സാധിച്ചത്. അതിനുശേഷം നമ്മളൊക്കെ തന്നെ ഒരുപാട് കണ്ടതും പഠിച്ചതും അനുഭവിച്ചറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടി. ഞാൻ ഓർക്കുന്നത്, ചിക്കാഗോയിൽ പോയി തന്റെ ലോകപ്രശസ്തമായ പ്രസംഗം കഴിഞ്ഞിട്ട് സ്വാമി വിവേകാനന്ദൻ തിരിച്ചു വന്നപ്പോഴേക്കും ഈ രാജ്യത്തുള്ള മുഴുവൻ പേരും പോയിട്ട് സ്വാമി വിവേകാനന്ദനെ സ്വീകരിക്കാൻ വേണ്ടി കടപ്പുറത്ത് പോയിരുന്നു. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ അമേരിക്കയിൽ പോയിട്ട് ഭാരതത്തിന്റെ യശസ് ഉയർത്തിയിട്ട് വന്നു, താങ്കൾക്ക് എന്തുകൊണ്ട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തുകൂടാ? നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു. അപ്പൊ അദ്ദേഹം